നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ദാറ്റ് ഈസ് ബീട്രൂട്ട് ഹൽവ. ഈ ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കാൻ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ബീട്രൂട്ട്, ഗീ, ഷുഗർ, കാഷ്യൂ, കിസ്മിസ്, കാർഡമം പൗഡർ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വേഗം തന്നെ ചൂടുകൊട്ടുള്ളൊരു പാത്രം എടുത്ത് ഹൽവ ഉണ്ടാക്കാൻ എൻ്റെ ഒപ്പം കൂടിക്കോളൂ. പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാവുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് കാഷ്യൂ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മളങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് അതേ പാത്രത്തിൽ അതേ നെയ്യിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ആയിരിക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. 5 to 6 മിനിറ്റ്സ് ബീട്രൂട്ടും ഗീയും കൂടെ നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ബീട്രൂട്ട് നല്ലോണം ഒതുങ്ങി ഷ്രിങ്ക് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാലിൽ കിടന്നിട്ട് വേണം ബീട്രൂട്ട് നല്ലോണം വേവാൻ. അപ്പം നമ്മുടെ ഹൽവ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പാലൊഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഈ ബീട്രൂട്ടും പാലും ഒക്കെ കൂടി തിളച്ച് ബീട്രൂട്ട് നല്ലോണം പാലിൽ കിടന്ന് വെന്ത് സോഫ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പാല് വറ്റി വരാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. ഈ സമയത്ത് റെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ഏലക്കാപ്പൊടി ഇല്ലാത്തവർക്ക് ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ചതച്ചെടുക്കാം. നല്ലോണം പാലിപ്പോൾ വറ്റി കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 5 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഹൽവ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഗീ, ഷുഗർ, കാർഡമം പൗഡർ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് അതിലൊന്നും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിൽ കോംപ്രമൈസ് ചെയ്താൽ ഹൽവ ഒരിക്കലും ഹൽവ ആവത്തില്ല. ഹൽവയുടെ ടേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു നുള്ള്, പിഞ്ചെന്ന് പറഞ്ഞാൽ പിഞ്ചിലും പിഞ്ചായിട്ടുള്ള ഒരു നുള്ള് സോൾട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ബീട്രൂട്ടിലെ വെള്ളം മുഴുവൻ വലിയുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം വലിഞ്ഞ് തുടങ്ങാറാകുമ്പോഴത്തേക്കും ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ആൻഡ് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. പിന്നെ കാർഡമം പൗഡറും ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കാർഡമം പൗഡർ ഉണ്ട്, പക്ഷേ അതിന് അത്ര ഫ്ലേവർ ഇല്ല. സാധാരണ ഞാൻ റോ കാർഡമം എടുത്താണ് ചതച്ച് ഇതിൽ ചേർത്തിരിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി ബീട്രൂട്ട് ഹൽവ ഇസ് റെഡി ഹിയർ. വളരെ ഈസി ആൻഡ് ഹെൽത്തിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ. Thank you so much for watching. Please like, share and subscribe.